ഹൗ ടു ബിക്കം ആൻ അട്രാക്റ്റീവ് പേഴ്സൺ. എങ്ങനെയാണ് എനിക്കൊരു ആകർഷകമായിട്ടുള്ള വ്യക്തിയാകാൻ പറ്റുക, എന്നെ എങ്ങനെയാണ് മറ്റുള്ളവർ ഇഷ്ടപ്പെടുക, അതിന് ഞാൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 7 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. സോ ഫ്രണ്ട്സ്, മറ്റൊരാൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് നല്ലൊരു പേഴ്സണാലിറ്റി, നല്ലൊരു ക്യാരക്ടർ ഉണ്ടായിരിക്കണം. നിങ്ങൾ എങ്ങനെയാണോ ഒരാളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിരിക്കും അയാൾ തിരിച്ചിങ്ങോട്ടും ബിഹേവ് ചെയ്യുക, അല്ലേ? അപ്പോൾ ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറയാൻ പോകുന്ന ടിപ്സ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം, ടിപ്പ് നമ്പർ 1, സ്മൈൽ. ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. എന്ത് രസമല്ല അത് പറയാൻ തന്നെ. നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അടുത്ത് ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ എന്തായാലും നിങ്ങളുടെ സംസാരം ഇഷ്ടപ്പെടും. നിങ്ങളിൽ ഒരു പ്രത്യേക അട്രാക്ഷൻ അവർക്ക് ഫീൽ ചെയ്യും. എന്നും പറഞ്ഞുകൊണ്ട് അട്ടഹസിച്ച് ചിരിക്കരുത് കേട്ടോ. ഈ ചിരി എന്ന് പറയുമ്പോൾ തന്നെ പല തരത്തിലുള്ള ചിരി ഉണ്ടല്ലോ. അട്ടഹസിച്ച് ഇങ്ങനെ ചിരിക്കുക, അതല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ കളിയാക്കിക്കൊണ്ട് ചിരിക്കുക. ആ ചിരി ഒന്നല്ല ഞാനിവിടെ പറയുന്നത്. സാഹചര്യത്തിനനുസരിച്ച് നല്ല പുഞ്ചിരി കൊടുക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ കാരണം സയൻറ്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും എന്താ സംഭവിക്കുകയെന്ന് അറിയാം. നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജി, ഒരു പോസിറ്റീവ് വൈബ്രേഷൻ പുറന്തള്ളപ്പെടുന്നുണ്ട്. അപ്പം നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിക്ക് ഈ പോസിറ്റീവ് എനർജി കിട്ടുകയും അത് അയാൾ ആക്സെപ്റ്റ് ചെയ്യുകയും അതിലൂടെ നിങ്ങളിൽ കൂടുതൽ അട്രാക്ഷൻ ഫീൽ ചെയ്യുകയും ചെയ്യും. സോ ഇനി നിങ്ങൾ ആരടുത്ത് സംസാരിക്കുമ്പോഴും നന്നായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. ചിരിക്കാൻ എന്തായാലും പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, ടോട്ടലി ഫ്രീ അല്ലേ, അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ചിരിക്കാൻ പറ്റില്ലേ? പിന്നെ എന്താ പ്രശ്നം? അപ്പോൾ ഇനി ചിരിക്കാൻ മടി കാട്ടണ്ട, നല്ലൊരു ചിരി എപ്പോഴും ഫിറ്റ് ചെയ്യാം. മൂവിങ് ഓൺ ടു ടിപ്പ് നമ്പർ 2, ഐ കോണ്ടാക്ട്. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. നമ്മൾ ഒരു വ്യക്തിയുടെ സംസാരിക്കുമ്പോൾ എപ്പോഴും കണ്ണിൽ നോക്കി സംസാരിക്കണം. എങ്കിലേ അവിടെ നമുക്ക് നല്ലൊരു കണക്ഷൻ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് ഒരുപാട് ആളുകൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണത്. സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കില്ല, വെറുതെ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും നോക്കിയിട്ടായിരിക്കും സംസാരിക്കുക. വളരെ മോശപ്പെട്ട ഒരു പരിപാടിയാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഫോൺ കയ്യിലെടുക്കുക എന്നതാണ്. ഫോൺ കയ്യിലെടുത്തിട്ട് അതിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ഈ സമയത്ത് തന്നെ മറ്റൊരു വ്യക്തിയെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ വ്യക്തി ചിലപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും പറയുന്നത്, അപ്പോഴും ഇവൻ ഫോൺ കളിച്ചുകൊണ്ടിരിക്കുക. എന്തായിരിക്കും അപ്പുറത്തിരിക്കുന്ന ആളുടെ ഒരു മാനസികാവസ്ഥ? അയാൾ എന്താ വിചാരിക്കുക? അയ്യേ, ഞാൻ പറയുന്നൊന്നും ഇവൻ കേൾക്കാൻ തീരെ റെഡിയല്ല, ഞാൻ പറയുന്നൊന്നും ഇവന് ഇഷ്ടമല്ല, ഇവൻ എന്തിങ്ങനെ ചെറിയ കുട്ടികളെ പോലെ എന്നൊക്കെ. അങ്ങനെ ഒരു മെച്യൂരിറ്റി ഇല്ലാത്തൊരു ക്യാരക്ടറാണ് നിങ്ങൾ എന്നവർ വിചാരിക്കും. അങ്ങനെ നിങ്ങളുടെ ഒരു മോശപ്പെട്ട ക്യാരക്ടറായിട്ട് അവരുടെ ഉള്ളിൽ ഒരു ഇമേജ് ഫോം ചെയ്യും. അപ്പോൾ നിങ്ങളത് മാക്സിമം ഒഴിവാക്കുക. ഇനി നിങ്ങൾ ആരുടെയെങ്കിലും അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഫോണും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കാനായിട്ട് പഠിക്കുക. ഓക്കെ. ടിപ്പ് നമ്പർ 3, ഡോണ്ട് ക്രോസ് യുവർ ഹാൻഡ്സ്. മറ്റൊരു വ്യക്തിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഇതുപോലെ കൈ കെട്ടി നിന്ന് സംസാരിക്കരുത്. ഞാനും ആദ്യമൊക്കെ പലപ്പോഴും ചെയ്തിരുന്ന ഒരു മിസ്റ്റേക്സ് ആണത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ വേഗം കൈ കെട്ടി നിന്നിട്ട് സംസാരിച്ച് തുടങ്ങും. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ കൈ കെട്ടി നിൽക്കുമ്പോൾ നമുക്ക് നല്ലൊരു മെച്യൂരിറ്റി ഫീൽ ചെയ്യുമെന്നാണ്. ബട്ട് ഇറ്റ് ഈസ് റോങ്, ആബ്സല്യൂട്ട്ലി റോങ്. അതൊരു ലോക പൊട്ടത്തരമാണ് ഗൈസ്. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ കൈ കെട്ടി നിൽക്കുമ്പോൾ എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആ വ്യക്തി പറയുന്നത് കേൾക്കാൻ തീരെ താല്പര്യമില്ല, താൻ എല്ലാം തികഞ്ഞ ഒരാളാണ് എന്ന മനോഭാവം അവിടെ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഒരിക്കലും ഏതെങ്കിലും ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ കൈ കെട്ടി നിന്ന് സംസാരിക്കരുത്. അതിന് പകരം കൈ അഴിച്ചിട്ടിട്ട് ഫ്രീ ആയിക്കൊണ്ട് സംസാരിക്കുക. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ കൈയൊക്കെ ചെറിയൊരു ആക്ഷൻ കൊടുത്തിട്ട് അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ചെറിയ ആക്ഷൻ കൊടുത്തുകൊണ്ട് സംസാരിക്കുക. അപ്പോഴേ നിങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെ നല്ലൊരു ഫ്ലോ ഉണ്ടാവുള്ളൂ. കൂടുതൽ ഓപ്പണായിട്ട്, കൂടുതൽ ഫ്രാങ്ക് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇനി സംസാരിക്കുമ്പോൾ ഒരിക്കലും കൈ കെട്ടി നിന്ന് സംസാരിക്കരുത്, ഫ്രീ ആയിക്കൊണ്ട് സംസാരിക്കുക. ടിപ്പ് നമ്പർ 4, ബി പോസിറ്റീവ് ആൻഡ് കോൺഫിഡൻറ്റ്. എപ്പോഴും സംസാരിക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളൊരു വ്യക്തിഗത ചെല്ലുകയാണ്, എന്നിട്ട് അയാളുടെ അടുത്ത് പറയാണ്, എടാ എനിക്ക് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ട്, അവിടെ ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, എന്താ നിൻ്റെ അഭിപ്രായം ചോദിക്കുക. അപ്പോൾ ഉടനെ അയാൾ പറയാണ്, എടാ വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട കേട്ടോ, അവിടെ ബിസിനസ് തുടങ്ങി കഴിഞ്ഞിട്ട് കാര്യമില്ല, അവിടെ നല്ല പ്രോഫിറ്റ് ഒന്നും കിട്ടില്ല, നിനക്ക് അതിനുള്ള സ്കില്ലില്ല, നിന്നെക്കൊണ്ടൊന്നും പറ്റുന്ന പണിയല്ല, വേറെ എന്തെങ്കിലും പണി നോക്കിക്കോ എന്ന് നിങ്ങളുടെ അടുത്ത് പറയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ വിചാരിക്കുക? ഇവൻ്റെ അടുത്ത് പറയേണ്ടിയിരുന്നില്ല, വെറുതെ ആവശ്യമില്ലാണ്ട് സമയം വേസ്റ്റ് ചെയ്തെന്ന് അവിടെ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യാണ്. അപ്പോൾ അതിന് പകരം ആ വ്യക്തി ഇപ്പം ഇങ്ങനെ പറയണം, ആണോ, നല്ല കാര്യമാണ്, അവിടെ ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, നിനക്ക് അതിലുള്ള നല്ല സ്കില്ലൊക്കെ ഉണ്ട്, നിനക്ക് എന്തായാലും നല്ലൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി അവിടെ വിജയിക്കാനായിട്ട് പറ്റും, എന്ത് ഹെൽപ്പ് ആണെങ്കിലും ചോദിച്ചാൽ ഞാൻ എപ്പോഴും റെഡിയാണ് എന്ന് പറയാം.
അപ്പോൾ നിങ്ങളുടെ ഒരു റിയാക്ഷൻ എന്തായിരിക്കും? ആ, ഇവൻ കൊള്ളാം, ഇവൻ്റെ അടുത്ത് സംസാരിച്ചത് നന്നായി, ഇവൻ നല്ലൊരാളാണ്. അങ്ങനെ പോസിറ്റീവ് ആയിക്കൊണ്ട് ഒരാളെ നമ്മളെപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ നിങ്ങളിൽ അവർ കൂടുതൽ അട്രാക്റ്റഡ് ആവുകയും കൂടുതൽ ഫ്രാങ്ക് ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയുകയും ചെയ്യും. അപ്പം പിന്നെ സംസാരിക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് സംസാരിക്കുക. അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞ് കുത്തി നിന്ന് സംസാരിക്കരുത്. ജസ്റ്റ് സ്റ്റഡി ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയുടെ അറ്റൻഷൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. സോ ബി ഓൾവേസ് പോസിറ്റീവ് ആൻഡ് കോൺഫിഡൻസ്. ടിപ്പ് നമ്പർ 5, ഡോണ്ട് ബി എ ബോറിംഗ് പേഴ്സൺ. സംസാരിക്കുമ്പോൾ മറ്റേ വ്യക്തിയെ ബോറടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. ഇപ്പോൾ അതായത് വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാതെ വളവളാതെ സംസാരിച്ചു കൊണ്ടിരിക്കരുത് എന്നാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ മറ്റേ വ്യക്തിക്ക് നിങ്ങൾ പറയുന്ന കാര്യം കേൾക്കാൻ തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല, തീരെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ മറ്റേ വ്യക്തിക്ക് ചിലപ്പോൾ മറുപടി പറയണമെന്നുണ്ടാവും, പക്ഷെ ഒരു ഗ്യാപ്പ് കിട്ടണ്ടേ? ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല. നിങ്ങൾ വല്ല നോൺ സ്റ്റോപ്പ് പാസഞ്ചർ പോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ വ്യക്തിക്ക് അത് തീരെ ഇഷ്ടപ്പെടില്ല. അയാൾ എന്താ വിചാരിക്കുക? ഈശ്വര, ഞാൻ പെട്ടല്ലോ, ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, ആകെ ലോക്കായാലോ, അല്ലെങ്കിൽ ഇവൻ എന്തൊരു ബടായാണ്, ഫുള്ള് കുക്കപ്പായിട്ടുള്ള സ്റ്റോറീസ് ആണല്ലോ, നൈസിൽ എങ്ങനെയെങ്കിലുമൊക്കെ തടി തപ്പണല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും കള്ളക്കാരൻ പറഞ്ഞ് നൈസിൽ അവിടുന്ന് ഊരിപ്പോകും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. സംസാരിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക, അല്ലാതെ വെറുതെ അനാവശ്യമായിട്ട് മറ്റൊരു വ്യക്തിക്ക് ഗ്യാപ്പ് കൊടുക്കാത്ത രീതിയിലും ബോറടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. എപ്പോഴും ആളുകൾക്ക് ഇഷ്ടമാവുന്നത് മിതമായ രീതിയിൽ സംസാരിക്കുന്നവരെയാണ്. ഓക്കെ. ടിപ്പ് നമ്പർ 6, ബി എ ഗുഡ് ലിസണർ. മറ്റൊരാൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു സന്മനസ്സുണ്ടാകണം. ഇപ്പോൾ കഴിഞ്ഞ ടിപ്പിൽ നമ്മൾ എന്താ പറഞ്ഞത്? വെറുതെ അനാവശ്യമായിട്ട് സംസാരിക്കരുത് എന്ന്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മറ്റൊരു വ്യക്തി സംസാരിക്കുമ്പോൾ അതിനെ നല്ല രീതിയിൽ ലിസൺ ചെയ്യുക എന്നത്. ദൈവം നമുക്ക് ഒരു വായും 2 ചെവികളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നേച്ചർ തന്നെ എന്താ പറയുന്നത്? നമ്മൾ പറയുന്നതിൻ്റെ ഇരട്ടി കേൾക്കണം എന്നതാണ്. പക്ഷെ എന്നും പറഞ്ഞ് ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇതുപോലെ വെറുതെ തലയാട്ടിക്കൊണ്ടിരിക്കരുത്. അതിന് പകരം നിങ്ങളൊരു ആക്റ്റീവ് ലിസണർ ആവണം. ആക്റ്റീവായിട്ട് നിങ്ങളത് കേൾക്കണം. നിങ്ങളതിൽ ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് മറ്റൊരു വ്യക്തിക്ക് തോന്നണം. അപ്പോൾ അതിൽ നിങ്ങൾ ഞാനതിൽ ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന രീതിയിൽ എക്സ്പ്രഷൻസ് കൊടുക്കണം. ആണോ, എന്നിട്ട് എന്താ സംഭവിച്ചത്? എന്നിട്ട് നിങ്ങൾ എവിടെയൊക്കെ പോയി, ആരൊക്കെ കണ്ടു, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോഴേ അവിടെ നല്ലൊരു ഇൻട്രാക്ഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മറ്റേ വ്യക്തി വിചാരിക്കും, ഞാൻ പറയുന്നത് കേൾക്കാൻ ഇവന് ഇഷ്ടമാണ്, ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് എന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുകയും അങ്ങനെ കുറേ നേരം നമുക്ക് സംസാരിച്ചിരിക്കുകയും ചെയ്യാം. അപ്പോൾ അതുവഴി നിങ്ങൾ കൂടുതൽ അട്രാക്റ്റഡ് ആവുകയും ചെയ്യും. അപ്പോൾ ഇനി നിങ്ങൾ ആരെങ്കിലും സംസാരിക്കുമ്പോൾ നല്ല ഒരു ലിസണർ ആവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് ദ ലാസ്റ്റ് ടിപ്പ് നമ്പർ 7, സ്റ്റാർട്ട് എ ഹോബി. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹോബി ഉണ്ടായിരിക്കണം. ദൈവം എല്ലാവർക്കും പല പല കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കഴിവുകളൊക്കെ നമ്മൾ മാക്സിമം ഉപയോഗിക്കണം. ചിലർക്ക് നല്ല പാട്ട് പാടാൻ നല്ല കഴിവുണ്ടായിരിക്കും, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പാട്ട് പാടണം. ചിലർക്ക് ഡാൻസ് ചെയ്യാനായിരിക്കും, മറ്റു ചിലർക്കാണെങ്കിൽ സ്പോർട്സിൽ ഫുട്ബോൾ, ക്രിക്കറ്റ്, ഓട്ടം അങ്ങനെയുള്ള സ്പോർട്സിലായിരിക്കും. മറ്റു ചിലർക്കാണെങ്കിലോ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മേഖലയായിരിക്കും. അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് മനുഷ്യർ നമ്മുടെ ഈ ലോകത്തുണ്ട്. ഇപ്പോൾ എൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിത്രം വരയോടാണ് താല്പര്യം. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്. അതുവഴി ഞാൻ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് എന്താണോ അത് തിരിച്ചറിഞ്ഞിട്ട് അത് നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് എന്നും ഡെയിലി അല്ലെങ്കിൽ പറ്റുന്ന പോലെ സമയം കിട്ടുമ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കുക. ലക്ഷ്യം ഉണ്ടാക്കിയെടുത്താൽ മാത്രം പോരാ, അത് നേടിയെടുക്കാൻ ഡെയിലി നിരന്തരം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കൂടി വേണം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർ എന്താ വിചാരിക്കാമെന്ന് അറിയോ? ഇവൻ ആൾ കൊള്ളാം, ഇവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നൊരു ലക്ഷ്യബോധമുണ്ട്. അപ്പോൾ അതുവഴി മറ്റുള്ളവർ നമ്മളെ എപ്പോഴും ഒരു പ്രത്യേക റെസ്പെക്റ്റ് നമുക്ക് തരും. തെലുങ്കുമാർ ചേട്ടൻ ഒരു സിനിമയിലൊരു കാര്യം പറയുന്നില്ലേ, കഴിവില്ലാത്തവരെ ലോകം അംഗീകരിക്കില്ലേ എന്ന്. സംഭവം സത്യമാണ് കേട്ടോ. പക്ഷെ അതിൽ വലിയ സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടായിരിക്കും എന്നതാണ്. അപ്പം നമ്മൾ ആ കഴിവ് കണ്ടെത്തി മാക്സിമം അതിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നതാണ്. സോ ഫ്രണ്ട്സ്, ഇനി നിങ്ങൾ ആരുടെങ്കിലും അടുത്ത് സംസാരിക്കുമ്പോൾ ഈ 7 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറ്റേ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടും. 100% ഷുവറാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഇത് ഉപകാരപ്രദമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള സെൽഫ് ഡെവലപ്മെൻറ്റ്, മോട്ടിവേഷണൽ, എഡ്യൂക്കേഷണൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.